ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ക്രോസ് പീസ് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊരു ചെറിയ വീഡിയോ ആണ്. എന്ന് വെച്ചാൽ ഞാൻ ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും അതിൽ ക്രോസ് പീസ് സ്റ്റിച്ച് ചെയ്യുന്നത് കാണിക്കുന്നില്ല. എന്ന് വെച്ചാൽ വലിയ വീഡിയോയുടെ ഇടയ്ക്ക് ഇത് ചെറിയ വീഡിയോ കാണിക്കുമ്പം മനസ്സിലാവത്തില്ല. അതുകൊണ്ട് ഇത് ചെറുതായിട്ട് തന്നെ കാണിച്ചു തരാമെന്ന് കരുതി. ചുരിദാറിനും ബ്ലൗസിനും ഒക്കെ നമുക്ക് ക്രോസ് പീസ് കട്ട് ചെയ്യണമല്ലോ. അപ്പോൾ നമുക്ക് അതെങ്ങനെ കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. 4 സൈഡും ഒരുപോലെ വരുന്ന ഒരേ അളവിൽ വരുന്ന ഒരു മെറ്റീരിയൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. എനിക്കിവിടെ ഇച്ചിരി കൂടുതൽ വേണ്ടതുകൊണ്ട് ഞാൻ കൂട്ടിയിട്ടാണ് കട്ട് ചെയ്യുന്നത്. നമുക്ക് എന്തോരാണോ വേണ്ടത് അതനുസരിച്ചാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. കുറച്ച് മതിയെങ്കിൽ ചെറിയ പീസ് മതി. ഇതുപോലെ നമുക്ക് 4 സൈഡും ഒരുപോലെ വരുന്ന രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാവുന്നതാണ്. ആ കട്ട് ചെയ്തെടുത്ത മെറ്റീരിയൽ ഇതുപോലെ കോണായിട്ട് മടക്കാം. കോണായിട്ട് മടക്കിയതിന് ശേഷം നമുക്ക് എവിടെയെങ്കിലും കട്ട് ചെയ്ത് മാറ്റാണ്ട് കട്ട് ചെയ്ത് മാറ്റി ഇതുപോലെ ഒരേ അളവിൽ കോണായിട്ട് മടക്കുക. അതിനുശേഷം നമുക്ക് ഇതുപോലെ 1 ഇഞ്ച് അളവിൽ ഇതുപോലെ അളന്നെടുക്കാം. ഈ കോൺ വരുന്ന സൈഡിൽ മുകളിലേക്ക് 1 ഇഞ്ച് അളവിൽ ഇതുപോലെ നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം. നമുക്ക് അതിന് ശേഷം അത് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഫുള്ള് ഞാനിവിടെ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കത് കട്ട് ചെയ്ത് മാറ്റണം. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു. ഞാനിത് ഒരു ബ്ലൗസിന് പൈപ്പിങ്ങിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നതാണ്. ക്രോസ് പീസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നതാണ്. ഇതുപോലെ നമുക്ക് ഇത് കട്ട് ചെയ്ത് മാറ്റാം. കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ആ സെൻറ്ററിൽ നമുക്കൊന്നുകൂടെ കട്ട് ചെയ്ത് മാറ്റാം. ഇത് 2 പീസാണ്. 2 പീസാക്കി എടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതുപോലെ ഇത് ഇങ്ങനെ മടക്കി കൊടുത്ത് അതിൻ്റെ സെൻറ്ററിലൂടെ നമുക്കൊന്നുകൂടി കട്ട് ചെയ്ത് മാറ്റാം. ഇതുപോലെ ഫുള്ള് കട്ട് ചെയ്ത് മാറ്റി. ഇനി ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇങ്ങനെ നേരെ വെച്ച് സ്റ്റിച്ച് ചെയ്യരുത്. ഇതുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് മറിച്ച് വെച്ച് ഇതുപോലെ 2 സൈഡും രണ്ടും 2 ഭാഗത്തായിട്ട് വരാൻ പാകത്തിന് ഇതുപോലെ വെച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കറക്റ്റ് പെർഫെക്റ്റിൽ വരും. നമ്മൾ ഒരു പൊളച്ചിലും വരത്തില്ല. നെക്കിനൊന്നും നല്ല കറക്റ്റായിട്ട് വരും. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.